ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 30 മാർക്ക് നമ്മൾ സെറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സിലബസ് മാറിയുടെ ടെൻഷൻ ഒക്കെ ഉണ്ടാകും, അതൊക്കെ മാറ്റാനാണ് നമ്മുടെ ഇന്നത്തെ മാരത്തൺ ലൈവ് വരുന്നത്. അപ്പൊ എല്ലാ മക്കളും കറക്റ്റ് 7 മണിക്ക് തന്നെ നമ്മുടെ ലൈവിലേക്ക് വരണം. അവിടെ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസും ഇതിലും കൂടുതൽ ട്രിക്സും ടിപ്പും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ലൈവ് മാരത്തന്റെ കാര്യം മറക്കണ്ട. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി ഷെയർ ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, വീഡിയോ കണ്ടു കഴിഞ്ഞ പാടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നോക്കാം, മേക്ക് ദ കറക്റ്റ് പെയർസ് യൂസിങ് ദ ഫോളോയിങ് ഇസ് ഇൻ ദ ഗിവൺ പാറ്റേൺ. പെയർ കറക്റ്റ് ആക്കാനാണ് തന്നിട്ടുള്ളത്. ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ ഒക്കെയാണ് വിവിധ തരം ബയോ മോളിക്യൂളുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് അതിനെ പെയർ ആക്കാം? ഇതാ പ്രോട്ടീനുകൾ, ഹോർമോണുകൾ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് നമുക്ക് പെയർ ചെയ്യാം, ലിപ്പിഡ് ഫാറ്റ് ആണ് പെയർ ചെയ്യാം, പ്രോട്ടീൻ എൻസൈം ആണ് പെയർ ചെയ്യാം, ന്യൂക്ലിക് ആസിഡ്സ് ആണ് RNA DNA. ഇതുപോലെ എക്സാമ്പിൾസ് വെച്ച് പെയർ ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കും. ബയോ മോളിക്യൂൾസ് ഒരിക്കലും ഒഴിവാക്കരുത്, ഉദാഹരണ സഹിതം പഠിച്ചു വെക്കാം. രണ്ടാമത്തെ നോക്കിക്കേ, അറേഞ്ച് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ബ്ലഡ് വെസൽസ് ഇൻ ദ ഗിവൺ ബിലോ. രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉചിതമായി പട്ടികയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ വാൾവുകൾ കാണുന്നു. വാൾവ്സ് ആർ സീൻ. എവിടെ വാൾവുകൾ കാണുന്നത്? അത് വെയിനുകളിലാണ്, സിരകളിലാണ് നമ്മൾ വാൾവുകൾ കാണുന്നത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ, ചെറിയ മൈന്യൂട്ട് പോസ് വാൾസിൽ കാണുന്നത് ഏതാണ് മക്കളെ? അത് കാപ്പിലറീസ്, ലോമികകളാണ്. ബ്ലഡ് ഫ്ലോസ് ത്രൂ വിത്ത് ഹൈ സ്പീഡ് ആൻഡ് പ്രഷർ. ഏറ്റവും കൂടുതൽ സ്പീഡിലും പ്രഷറിലും ബ്ലഡ് പോകുന്നത് എവിടെയാണ്? ധമനികളിലാണ്, ആർട്ടറീസിൽ നിന്നാണ്. കാരണം അത് ഹാർട്ടിൽ നിന്നാണ് പോകുന്നത്. പിന്നെയോ മേഡപ്പ് ഓഫ് സിംഗിൾ റോ ഓഫ് സെൽ, ഒറ്റ നിര കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകൾ. ക്യാരീസ് ബ്ലഡ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം സംഭവിക്കുന്നത് ആരാണ്? സിരകളാണ്, വെയിൻസുകളാണ്. തിക് ആൻഡ് ഇലാസ്റ്റിക് ബോൾ, കട്ടി കൂടിയതും ഇലാസ്റ്റികതയും ഉള്ള ഒരു കുഴലുകളാണ് ഇത് നമ്മുടെ ധമനികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വെയിൻസും കാപ്പിലറീസ് അതുപോലെ തന്നെ ആർട്ടറീസ്, ഇവർ 3 തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസസ് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡൈജസ്റ്റ് സിസ്റ്റം. ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഓരോ കാരണങ്ങളാണ് എഴുതേണ്ടത്. Certain bacteria reside in the large intestine. വൻകുടലിലെ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? വിറ്റാമിൻ കെയും ബി കോംപ്ലക്സുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രസന്റ് ഇൻ ദ സ്റ്റോം. അമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്തിനാണ്? ഭക്ഷണത്തിലൂടെ വരുന്ന ജോംസിനെ, ഭക്ഷണത്തിലൂടെ വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത്. വില്ലി ആർ പ്രസന്റ് ഇൻ വാൾ ഓഫ് സ്മോൾ ഇന്റസ്റ്റൈൻ. ചെറുകുടലിൽ നമുക്ക് എന്ത് കാണാം? വില്ലസുകളെ കാണാൻ സാധിക്കുന്നു. വില്ലസുകൾ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം കൂട്ടി ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നത് വില്ലസുകളിലൂടെയാണ്. ഇനി അടുത്ത് നോക്കി, ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഫോട്ടോസിന്തസിസ് ഗ്ലൂക്കോസ് ആവുന്നു, ഗ്ലൂക്കോസ് സ്റ്റാർച്ച് ആവുന്നു, സ്റ്റാർച്ച് സൂക്രോസ് ആയി മാറുന്നു. വൈ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. എന്തുകൊണ്ടാണ് മക്കളെ ഗ്ലൂക്കോസിനെ അന്നജമാക്കി മാറുന്നത്? കാരണം ഗ്ലൂക്കോസ് എളുപ്പത്തിൽ ജലത്തിൽ ലയിക്കുന്നു. എളുപ്പത്തിൽ ജലത്തിൽ ലയിക്കുന്നതുകൊണ്ടാണ് അലേയമായ അന്നജമാക്കി ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഹൗ ഡസ് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. എങ്ങനെ സ്റ്റാർച്ചിനെ യൂട്ടിലൈസ് ചെയ്യുന്നു? സ്റ്റാർച്ചിനെ വിവിധ തരം പ്രോഡക്റ്റുകളാക്കി മാറ്റുന്നു അല്ലെ. അന്നജത്തെ വിവിധ രൂപങ്ങളാക്കി മാറ്റി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അവര് അതിനെ തന്നെ എന്താക്കി മാറ്റുന്നു? പ്രോട്ടീനും അതുപോലെ ഫാറ്റും ഓട്സും നട്ട്സും ഒക്കെ ആക്കി മാറ്റുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? പല രീതിയിൽ അതിനെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ അവരെ സഹായിക്കുന്നു. ഫുഡ് സ്റ്റോർ ചെയ്തും വെക്കുന്നു. ബാക്കി, ഹൗ ഡസ് സ്റ്റാർച്ച് റീച്ച് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. എങ്ങനെയാണ് ഈ സിന്തസൈസ് ചെയ്ത ഫുഡ്, സ്റ്റോർ ചെയ്ത സ്റ്റാർച്ച് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്? ഫ്ലോയം കുഴലുകൾ വഴിയാണ് അല്ലെ. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് നടത്തുന്നത് ആരാണ്? ഫ്ലോയം ടിഷ്യൂസ് വഴിയാണ്. അത് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കിക്കേ, ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. 4 മാർക്കിന്റെ ചോദ്യമാണ്. രണ്ടാമത്തെ 2 ചോദ്യമുണ്ട്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് എക്സ് ആൻഡ് വൈ. എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയാണ്. വൈ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് ആണ്. ഇനി വൈയിൽ എക്സിൽ കാണുന്ന ദഹനരസത്തിന്റെ ധർമ്മം എന്ത്? നമ്മുടെ ബൈൽ ജ്യൂസ് ആണ്. ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നത് ബൈൽ ജ്യൂസ് ആണ്. എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് അല്ലെ, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തുണ്ട്? ട്രിപ്സിനും ലിപ്പേസുമാണ് എൻസൈമിൽ കാണപ്പെടുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് രസത്തിൽ എന്താ കാണുന്നത്? ട്രിപ്സിൻ, പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനും ലിപ്പേസ് ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യാനുമുള്ള എൻസൈമുകളാണ്.
ചിത്രം പകർത്തി വെച്ച് താഴെ പറയുന്ന ഭാഗങ്ങളുടെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്ക് ഉണ്ട് കേട്ടോ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അല്ലെ, ലിവിങ് മെറ്റീരിയൽ ആണ്. ടീത്തിന്റെ ലിവിങ് മെറ്റീരിയലിനെ നമ്മൾ പറയുന്നത് എന്താണ്? ലിവിങ് ടിഷ്യൂവിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡെന്റൈൻ എന്നാണ് പറയാ അല്ലെ. ഡെന്റൈൻ ആണ് കേട്ടോ. നമ്മൾ പറയാ ഡെന്റൈൻ എന്നാണ്. ഡെന്റൈൻ. ഓക്കെ, ഡെന്റൈൻ എന്നാണ് നമ്മൾ പറയാ. രണ്ടാമത്തേതോ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന ഭാഗം. രക്തക്കുഴലുകൾ കാണുന്നത് എവിടെയാണ്? നമ്മുടെ പൾപ്പ് ക്യാവിറ്റിയിലാണ്. പൾപ്പ് ക്യാവിറ്റിയിലാണ് ബ്ലഡ് വെസൽസുകൾ നമ്മൾ കാണുന്നത്. സി ക്വസ്റ്റ്യൻ, പല്ലിന് ഏറ്റവും കടുപ്പമേറിയ ഭാഗം, ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഏതാണ്? ഇനാമലാണ്. പല്ലിലെ ഇനാമലാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി ഒബ്സർവ് ദ ഫിഗർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിക്കേ മക്കളെ, ക്ലോറോപ്ലാസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ് മക്കളെ നമ്മുടെ എഗ്സ്, ഇതാണ് നമ്മുടെ വൈ. എഗ്സ് എന്ന് പറയുന്നത് എന്താണ്? എഗ്സ് എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ബി അല്ലെ എ എന്ന് പറയുന്നത് സ്ട്രോമയാണ്. ബി അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് ഗ്രാനയാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ ബിയിൽ നടക്കുന്നത് എന്താണ്? ഡാർക്ക് റിയാക്ഷൻ ആണ് അല്ലെ. ഗ്രാനയിൽ വെച്ച് നടക്കുന്നത് എന്താണ്? ഇരുണ്ട ഘട്ടമാണ്, ഡാർക്ക് റിയാക്ഷൻ ആണ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങളെയും താരതമ്യം ചെയ്യുക. ലൈറ്റ് ഫേസിനെയും ഡാർക്ക് ഫേസിനെയും കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ ഇത് ഓർത്ത് വെക്കുക. ലൈറ്റ് ഫേസ് എന്താണ്? ഗ്രാനയിലാണ് നടക്കുന്നത്. ഡാർക്ക് ഫേസ് സോറി ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ വൈ അല്ലേ, ഗ്രാനയിലല്ലേ നടക്കുന്നത്. ഗ്രാനയിൽ നടക്കുന്നത് ഏതായിരുന്നു? നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷൻ എഴുതിയത് മാറിപ്പോയതാട്ടോ. ലൈറ്റ് റിയാക്ഷൻ ആണ് ഗ്രാനയിൽ നടക്കുന്നത്. അപ്പം ലൈറ്റ് റിയാക്ഷൻ ആണ്. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്നു? ഗ്രാനയിൽ നടക്കുന്നു. സ്ട്രോമയിൽ നടക്കുന്നതാണ് എന്ത്? ഇരുണ്ട ഘട്ടം അല്ലെ. യെസ്, ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശഘട്ടം എവിടെ നടക്കുന്നു? നമ്മുടെ ബി എന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഗ്രാനയിൽ നടക്കുന്നു. സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് ഫേസ് നടക്കുന്നത് അല്ലെ. ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇനി പ്രകാശഘട്ടം എന്താണ്? ലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുക. ഡാർക്ക് ഫേസിൽ ലൈറ്റിന്റെ ആവശ്യമില്ല. ലൈറ്റ് ഫേസിൽ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനും സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഓക്സിജനെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അടുത്ത സ്ട്രോമയിലേക്ക് കിടക്കുന്നു. ഇരുണ്ട ഘട്ടത്തിലേക്ക് അടുത്ത പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഈ പ്രകാശഘട്ടത്തിലാണ് ATP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഡാർക്ക് ഫേസിൽ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ATP ഉപയോഗിച്ചത് കൊണ്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത ഒരു 4 മാർക്കിന്റെ ചോദ്യം നോക്കാം. വില്ലസിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. എയും ബിയും അടയാളപ്പെടുത്താം. എയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങൾ അല്ലെ. എ എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇതാ എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ്. ഈ പറയുന്ന എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ലാക്ടിയൽ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറീസ് രക്തലോമികളാണ്. ബി എന്ന് പറയുന്നത് ലാക്ടിയൽ ആണ്. ഇനി ഇവിടുത്തെ അതിന്റെ ബി ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ നോക്കാം. എയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകഘടകങ്ങളെല്ലാം വില്ലസിന്റെ ഘടന പദാർത്ഥാഗിരണത്തിന് എത്രത്തോളം അനുയോജ്യമാണ്? നമുക്കറിയാം എ എന്ന് പറയുന്നത് അല്ലെ, ബ്ലഡ് കാപ്പിലറീസ് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും. ബ്ലഡ് കാപ്പിലറീസ് രക്തലോമികൾ, ഫ്രക്ടോസ് ഗാലക്ടോസ് ഗ്ലൂക്കോസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം ലാക്ടിയലോ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് ലാക്ടിയൽ അബ്സോർബ് ചെയ്യുന്നത്. അത് മാത്രമല്ല, എങ്ങനെ ഇവർ ഹെൽപ്പ് ചെയ്യുന്നു? ഇൻക്രീസ് സർഫസ് ഏരിയ അല്ലെ. ഇവര് ചെറിയ ഫിംഗർ ലൈക്ക് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രതല വിസ്തീർണം കൂട്ടുന്നു. പ്രതല വിസ്തീർണം കൂട്ടുന്നത് കൊണ്ട് മാക്സിമം എന്ത് ചെയ്യുന്നു? മാക്സിമം അബ്സോർപ്ഷൻ നടക്കുന്നു. കൂടുതൽ നിരക്കിൽ പോഷകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പം വില്ലസിന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗമാണ്. ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും വരയ്ക്കാനും പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ച 30 മാർക്ക് തന്നെ ഷുവർ ആക്കുക. ഓരോ പരീക്ഷയാണ് നമ്മുടെ അവസാനത്തെ എക്സാം ആണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. അടിപൊളിയായിട്ട് പഠിക്കണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാവരും ലൈവിലേക്ക് വരിക. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. See you soon. Bye bye.